കൊയിലാണ്ടിയിൽ ഇത്തവണ കനത്ത പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് കൊയിലാണ്ടി മുൻ MLA കൂടിയായിട്ടുള്ള കെ ദാസനാണ്. അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ കേരള വിഷൻ ന്യൂസിനൊപ്പം ഉണ്ട്. ദാസേട്ടാ, വീണ്ടും ഒരു ദൗത്യം പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? ഈ ദൗത്യം നിർവഹിക്കാൻ എനിക്ക് ഈ ജനങ്ങൾ പിന്തുണ നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും നിയമസഭയിൽ ഞാൻ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനനുസരിച്ച് നല്ല പിന്തുണയാണ് ഈ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കെ ദാസൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന കൊയിലാണ്ടിയുടെ ഒരു ജനകീയമായ മുഖം ഉണ്ട്. ഒരുപാട് വികസന പദ്ധതികൾ നടപ്പാക്കിയ ഒരു വ്യക്തിത്വമുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തവണ അതുകൊണ്ട് അങ്ങേക്ക് ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുമ്പോഴേക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ ഈ മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് സുപരിചിതമാണ്. അതോടൊപ്പം തന്നെ എനിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഭൂരിഭാഗം ആളുകളുടെ പേരെടുത്ത് വിളിച്ച് ഈ വോട്ടഭ്യർത്ഥിക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. പിന്നെ അത് ആരാണ് ആ സ്ഥാനാർത്ഥി എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് അവരോട് പറയാറില്ല. അവർ പറയും ദാസേട്ടനല്ലേ എന്ന് ചോദിക്കും. അതിന് എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ അത് വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു. അതുകൊണ്ട് എൻ്റെ വിജയസാധ്യത കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഇത്തവണ UDF അവരുടെ സ്ഥാനാർത്ഥിയെ വെച്ചിരിക്കുന്ന കോഴിക്കോട് DCC അധ്യക്ഷനായിട്ടുള്ള K പ്രവീൺകുമാറിനെയാണ്. അവരെ സംബന്ധിച്ചൊരു കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ഒരു സ്ഥാനാർത്ഥിയെ എങ്ങനെയാണ് കാണുന്നത്? പ്രവീൺകുമാർ കൊയിലാണ്ടി മണ്ഡലത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അയാൾ DCC പ്രസിഡന്റ് നിലയ്ക്ക് അവരുടെ പാർട്ടി നയിച്ചു എന്ന് മാത്രമാണ്. കൊയിലാണ്ടി മണ്ഡലത്തിലെ ഒരു പ്രവർത്തനങ്ങളിലും കാര്യമായി വികസന പ്രവർത്തനങ്ങളോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഇന്നുവരെ അദ്ദേഹം ചെയ്ത എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി അഹോരാത്രം ഇടപെടണം. അതെല്ലാം സാധാരണ നിലയിൽ ഉള്ളതാണ്. പിന്നെ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത് നമ്മളിപ്പോൾ പ്രവചനം നടത്തുന്നത് ശരിയല്ല. മത്സരം ശക്തമാവട്ടെ. ആ നേരം നമുക്ക് വിജയസാധ്യത ഏത് ഭാഗത്താണെന്ന് തീരുമാനിക്കാം. UDF വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നു. LDFനെ സംബന്ധിച്ച് എങ്ങനെയാണ് കൊയിലാണ്ടി എന്ന് പറയും? ഈ ലോകസഭയിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഇലക്ഷൻ്റെ അവരുടെ മുദ്രാവാക്യം തന്നെ വ്യത്യസ്തമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു മൂന്നാം ഊഴം ഈ ഗവൺമെൻറ് കൊടുക്കണം എന്ന് വിശ്വസിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ നേരത്തെ ഞാൻ 10 കൊല്ലം നടത്തിയുള്ള വികസന പ്രവർത്തനം, 5 കൊല്ലം ജമീല നടത്തിയ വികസനം, അത് തുടർച്ചയായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ വേണം എന്ന് ജനങ്ങൾ പറയാണ്. അതിനാണ് മുൻഗണന. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വോട്ടഭ്യർത്ഥിക്കുമ്പോൾ നല്ല പ്രതികരണമുണ്ട്. ഈ നമ്മളിപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു പേരാണ് കാനത്തിൽ ജമീല എന്ന് പറയുന്നത്. അവരുടെ ഒരു അഭാവം എത്രമാത്രം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണരംഗത്തുണ്ട് എന്നുള്ളത്. കാനത്തിൽ ജമീല നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിയോഗം വളരെയധികം പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ നല്ലൊരു ജനപ്രതിനിധിയായിരുന്നു. അവർക്കെല്ലാ വീടുകളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല, വികസന പ്രവർത്തനങ്ങൾ അവരൊരു സൗമ്യമായി ആളുകളോട് പെരുമാറാനും ആളുകൾ പറയുന്നത് ശാന്തമായി കേൾക്കാനും കേട്ടതിന് ശേഷം തീരുമാനിക്കാനെല്ലാം ശ്രമിക്കാറുണ്ട്. എത്രയോ സാധാരണക്കാരുടെ ജീവിതത്തിൽ അവരിടപെട്ടിട്ടുണ്ട്. അതെല്ലാം എനിക്ക് അനുകൂലമായി മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ മെയ് 4 വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു കെ ദാസൻ MLA എന്നുള്ള ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുമോ, കേൾക്കാം? ഞാൻ നിയമസഭയിലുണ്ടാവും. ഈ മെയ് 4 കഴിഞ്ഞാൽ ഞാൻ നിയമസഭയിലുണ്ടാവും, തീർച്ചയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് കെ ദാസൻ. കാരണം അദ്ദേഹം മുൻ MLA കൂടിയായിരുന്നു കൊയിലാണ്ടിയുടെ. അതുകൊണ്ട് തന്നെ തനിക്ക് ഇവിടുത്തെ ജനങ്ങളെല്ലാം സുപരിചിതരാണ്. എല്ലാവരെയും പേരെടുത്ത് വിളിക്കാനുള്ള പരിചയമുണ്ട്. അവർ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. മെയ് 4 കഴിഞ്ഞാൽ നിയമസഭയിൽ താനുണ്ടാകുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.